നമ്മൾ ഈ പ്രവാസികളുടെ കാര്യം അല്ലെങ്കിൽ ഭയങ്കര കോമഡിയാണ്. ചില പ്രവാസികൾ ഇപ്പൊ അധികം ആൾക്കാർ നമ്മുടെ അടുത്ത് പറയേ ഈ വിസ ഒക്കെ കഴിഞ്ഞിട്ട് വിസ അടിക്കാറാണ് സമയത്ത് എല്ലാവരും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അധികം ആൾക്കാരും ഇപ്പൊ ഈ അടക്കം പറഞ്ഞിട്ടുണ്ടാവും ഇതിന്റെ ലാസ്റ്റ് വിസയാണ് ഈ വിസ എല്ലാവരും പറയണ തന്നെയാണ്. ഇവിടെ വന്ന് കാല് കുത്തിയവരെല്ലാവരും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു 2 കൊല്ലം ആ 2 കൊല്ലം കഴിയുമ്പോഴേക്കും എന്റെ കടമെല്ലാം എന്റെ കടമെല്ലാം ഞാൻ വീട്ടും, എന്നിട്ട് നാട്ടിൽ പോയിട്ട് കൂടണം. എന്നിട്ട് ആ 2 കൊല്ലം കഴിയുമ്പോ എന്താണ് നാട്ടിൽ പോകണേ വെച്ച് കഴിഞ്ഞാൽ ഇല്ല കുറച്ചും കൂടി കടമുണ്ട്, അതും കൂടി ഒന്ന് വീട്ടണം. അല്ല അത് അങ്ങനെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 2 വർഷമൊക്കെ പണിയെടുത്ത് കുറച്ച് പൈസ ആയിട്ട് നാട്ടിൽ പോകും. കുറച്ച് പൈസ ആയിട്ട് നാട്ടിൽ പോയിട്ട് ലീവ് കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും അതിനൊക്കെ ഡബിൾ കടാക്കും. എന്നിട്ട് ഈ കടം വീട്ടുമ്പോഴേക്കും 2 വർഷം കഴിയും. അപ്പോഴേക്കും അടുത്ത വിസ അടിക്കാനായി. എന്നിട്ട് ഈ വിസ അടിക്കാറാണ് സമയത്ത് പറയുന്ന ഡയലോഗാണ് ഞാൻ ഇത് ലാസ്റ്റ് വിസയാണ് അടുത്ത് നീ നിർത്ത്. അധികം ആൾക്കാർ ഇപ്പൊ നമ്മുടെ തന്നെ പരിചയ ആൾക്കാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഭയങ്കര പണിയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര കഷ്ടപ്പാടാണ്, ഊണില്ല, മര്യാദയ്ക്ക് ഉറക്കമില്ല, അങ്ങനെ എങ്ങനെയൊക്കെ പറയും. എന്നാ പിന്നെ ഇവരൊക്കെ ഇവിടെ വിട്ട് പോവോന്ന് ചോദിച്ചു കഴിഞ്ഞാലോ ഇവിടെ വിട്ട് പോകൂല. അത് മറ്റേ പറഞ്ഞ പോലെ ഈ മണ്ണിന് എന്തോ ഒരു മറ്റേ പ്രത്യേകത ഉണ്ട്, ഒരു കാന്തിക ഒരു ശക്തി ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചവിട്ടി കഴിഞ്ഞാല് പിന്നെ തിരിച്ച് നാട്ടിലുള്ള ചവിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ല അത് മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇവിടെ നിന്നിട്ട് നമുക്ക് നാട്ടിലത്തെ ജീവിത ശൈലിയായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നാട്ടിൽ വന്ന് അപ്പൊ നാട്ടിലിരിക്കുന്നവന് നാട്ടിൽ നിന്ന് വീട് കയറ്റുന്നില്ലേ, വണ്ടി വാങ്ങുന്നില്ലേ, ഓൻ ജീവിക്കുന്നില്ലേ, നമ്മളെ കൊണ്ട് പറ്റൂല. കാരണം നമ്മൾ ഇവിടെ വന്നാൽ നമുക്ക് നാട്ടിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് കയറി പോവാ. നമ്മളെന്താ വെച്ച് കഴിഞ്ഞാല് ഒരുമാതിരി രക്ഷപ്പെടൽ എന്നൊക്കെ പറയില്ല, അമ്മാതിരി രക്ഷപ്പെടലാണ്. പക്ഷെ ഇതിൽ ഏറ്റവും വലിയ ഒരു കോമഡി അല്ല സീരിയസ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നാട്ടിൽ വല്ല ജനനം ഉണ്ടായാലോ വല്ല മരണം ഉണ്ടായാലോ വല്ല കല്യാണം ഉണ്ടായാലോ ഇതിലൊന്നും നമ്മൾ പങ്കെടുക്കൂല. ഒരു ഫാമിലി ഫോട്ടോയിലോ ഒരു ഗ്രൂപ്പ് ഫോട്ടോയിലോ ഒന്നിലും നമ്മൾ ഉണ്ടാവൂല. അതാണ് നമ്മളെ പ്രത്യേകത. നമ്മളിങ്ങനെ എന്താ പറയുക ഇവിടെ ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് എന്താ 2 വർഷം കഴിയുമ്പോൾ 1 മാസം നാട്ടിൽ പോയി നിൽക്കുക, മെഴുതിരി. അല്ല ഇതിൽ പിന്നെ നമ്മുടെ കേസൊക്കെ പിന്നെയും കുഴപ്പമില്ല. ഈ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരില്ലേ, ഈ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന അവസ്ഥ ആലോചിച്ച് നോക്കാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ പറഞ്ഞ പോലെ 2 വർഷത്തിൽ അല്ലെങ്കിൽ 1 വർഷത്തിൽ 1 മാസം ലീവാ. 1 മാസം പറഞ്ഞാൽ 30 ദിവസം. ആ 30 ദിവസം പറഞ്ഞാൽ പോകാനും വരാനും ഓരോരോ ദിവസം, ബാക്കി എന്ന് പറഞ്ഞാൽ 28 ദിവസം. ഒരു അവസ്ഥ ആലോചിച്ച് നോക്കാം. അപ്പൊ ഈ ഒരാൾ ഒരു 10 വർഷം ഇവിടെ നിന്നതിൽ ആകെ നാട്ടിൽ പോയി നിന്നുണ്ടാവും ചിലപ്പോൾ 5 or 6 മാസം. അപ്പൊ 20 വർഷത്തിൽ അവൻ നാട്ടിൽ നിന്നുണ്ടാവും വെറും 1 വർഷമോ 2 വർഷം നിന്നുണ്ടാവുള്ളൂ. ഒരു മനുഷ്യന്മാരുടെ ആയുസ് പോണ പോക്ക് നോക്കിയോക്ക. എന്നിട്ട് പിന്നെ എല്ലാം ചെയ്തിട്ടും അവസാനം നാട്ടിൽ പോയിട്ട് ഇവിടുന്ന് മറ്റേ വിസ എല്ലാം ക്യാൻസൽ ചെയ്ത് നാട്ടിലൊരു 10-60 വയസ്സാകുമ്പോൾ അങ്ങോട്ടും ഇല്ല എന്ന അവസ്ഥയിൽ നാട്ടിൽ പോകുമ്പോഴോ അപ്പൊ അവരെല്ലാവരും ചോദിക്കും ഇത്ര വർഷം ഇവിടെ നിന്നിട്ട് എന്തുണ്ടാക്കി. അതാണ് മെയിൻ ചോദ്യം. ഇത്ര കാലം ഇവിടെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്തുണ്ടാക്കി. ഇതെല്ലാവരുടെയും കേസല്ല, സാധാരണക്കാരായ ലേബേഴ്സിന്റെ കാര്യമാണ്. കാരണം ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള സാലറിയിൽ ലക്ഷങ്ങളും കോടികളൊക്കെ മേടിക്കുന്ന ആൾക്കാർക്ക് ബാധകമല്ല. പക്ഷെ സാധാരണക്കാരായിട്ട് ലേബേഴ്സ് ഇല്ലേ, അവന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരു കണക്കിന് ആലോചിക്കുമ്പോൾ പറഞ്ഞാൽ അവർക്ക് ഈ 10,000 റുപ്യൊക്കെ തന്നെ കിട്ടുന്നുള്ളൂ ഇവിടെ. എന്നാലും അവരിങ്ങനെ കാലം ഇങ്ങനെ കഴിച്ചു. പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടന്നു പോകും എന്നുള്ളൊരു വിശ്വാസമാണ്. കാര്യങ്ങളൊക്കെ നടക്കും. ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടക്കും. നാട്ടിലാകുമ്പോ പിന്നെ 1 മാസത്തിൽ 15 പണിയായിരിക്കും. നാട്ടിലത്തെ കേസ് കോമഡിയാണ്. നാട്ടിലത്തെ കേസ് ഇപ്പൊ നമ്മുടെ ചങ്ങായിമാരെ വിളിച്ചു ചോദിച്ചാൽ തന്നെ എന്താ പണിക്ക് പോലും ചോദിച്ചു കഴിഞ്ഞാൽ കല്യാണമാണ്. ഒരു ദിവസം കല്യാണം ഉണ്ടാവും, അടുത്ത ദിവസം വിരുന്നുണ്ടാവും. ഇത് രണ്ടിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി 3-ാമത്തെ ദിവസം ലീവ്. അങ്ങനെ ഒരാഴ്ചയിൽ 7 ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ദിവസം പണിക്ക് പോകും, ബാക്കി 5 ദിവസം വെറുതെ ഇരിക്കും. പക്ഷെ പണിക്ക് പോകുന്ന ആൾക്കാരുണ്ട്, മര്യാദയ്ക്ക് പണിക്ക് പോയിട്ട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇവിടെ ഗൾഫിൽ വന്നതിന്റെ കാര്യം ആലോചിച്ച് നോക്കാം. ഇവിടെ കല്യാണം ഇല്ല, അടിയന്തരം ഇല്ല, ഒരു പരിപാടി ഇല്ല. ഇവിടെ എന്നും പണി തന്നെ. നേരം വെളുത്ത് രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെയും നേരം വെളുക്കുക, പിന്നെയും പണിക്ക് പോവുക. ആ ഒരു 365 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 365 ദിവസം ഇവിടെ പണിയാ, എന്നാലും പരാതി ഓരോരോ ആൾക്കാരുടെ ഒക്കെ ഒരു കാര്യം ആലോചിക്കുമ്പോഴേ സംഭവം സമ്മതിക്കണം. നമ്മൾ അവസാനിക്കുന്നില്ലല്ലോ, നമ്മളിത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം. എന്നിട്ട് അവസാനം ഇതിന് എന്തെങ്കിലും അവസാനം ഉണ്ടാവുമല്ലോ എവിടെയെങ്കിലും ആയിട്ട്, അതുവരെ ഇങ്ങനെ ജീവിച്ചു പോവുക. ഇതിപ്പോ വർഷങ്ങൾ പോകാനും വലിയ പണിയൊന്നുമില്ല. ഈ വന്നിട്ട് എത്ര 10 വർഷം 12 വർഷമായില്ലേ ആയി, എത്ര പെട്ടെന്നാ. ഇതൊക്കെ ചടപടയെന്ന് പോവും, എന്ത് പോകാനും വലിയ പണിയില്ല. രണ്ടാമത് റിന്യൂ ആക്കേണ്ടി വരും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ റിന്യൂ ആക്കേണ്ടി വരും.